നിങ്ങൾ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ഞാൻ എൻ്റെ അടുക്കൽ ചേർത്തു. കരുണയുള്ള ദൈവമേ, എൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധീകരിക്കരാശന്റെ നാമം പിതാവിൻ്റെ അടുക്കൽ വരുന്നു. പിതാവേ, നിൻ്റെ ആത്മാവിൻ്റെ കൃപ അതിനാവശ്യമാകും. കൃപയില്ലാതെ പിതാവെ അതിലൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ജീവനുള്ള ദൈവമേ, നീ അറിയുന്നേ ശ്രമിക്കുന്നു. നിന്റെ ജനത്തെ നിന്റെ കാര്യത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവേ. അവർ കേൾക്കുന്ന വചനങ്ങൾ കർത്താവേ പ്രാപിക്കുവാൻ എൻ്റെ പിതാവേ നീ സഹായിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തിക്കാട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെയാണ് ഈ വചനം പറഞ്ഞത്. സ്തോത്രം. ഒരു ദൂതനോ രണ്ട് ദൂതനോ ഒരു പ്രവാചകനോ അല്ല, ജീവനുള്ള ദൈവം ആണ് പറഞ്ഞത്. സ്തോത്രം, സ്തോത്രം. സത്യവാനും വിശുദ്ധനും വിശ്വസ്തനുമായ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുമുള്ളവനായി പറഞ്ഞു. അവൻ്റെ വാക്ക് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ വന്ന് അവൻ്റെ പറഞ്ഞ സകല വാക്കുകളിൽ നിവൃത്തിയാകും. അവൻ്റെ വിഷയം കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. ആ വിഷയത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ്. ഒന്നാമത്തെ കാരണം, ഒരുങ്ങാതിരിക്കുന്ന ഞാൻ നിങ്ങളോട് ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കുകൾക്ക് അർത്ഥമില്ല. 2, 4, 3, 7 ഉള്ളത് സത്യമാണ്. 4, 3, 7 കൊണ്ട് പറഞ്ഞ് പ്രഖ്യാപിക്കുവാൻ എനിക്ക് അതിനുള്ള വാക്ക് സാമർഥ്യമില്ല. 3 സ്തോത്രം. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ യഹൂദ മതത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് ദൈവസഭയുടെ അവസ്ഥ. അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് ആഞ്ഞിൻ്റെ മേലടിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ദൈവകൃപയിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ സാധിക്കുന്നു. ഇത് ഈസിയാക്കുന്നതിന് വേണ്ടി ഇതിനെ ഒരു നീണ്ട നാടകമായിട്ട് നമുക്ക് അവതരിക്കാം. കഥാസ്ഥാപ സംവിധായകൻ, കാലങ്ങളെയും സമയങ്ങളെയും നിയന്ത്രിക്കുന്ന യഹോവയായ ദൈവം, പ്രധാന കഥാപാത്രം സകല ഭൂരാജാക്കന്മാരുടെയും രാജാവായ മശിഹാ തമ്പുരാൻ, പ്രധാന വില്ലൻ സ്തോത്രം ലൂസിഫർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാസർപ്പം അല്ലേ സാത്താൻ. ഞാൻ നിങ്ങളും അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളാണ്. ഇതിൻ്റെ അകത്ത് 3 രീതിയിലുള്ള ജനവിഭാഗത്തെ നമുക്ക് കാണാം. യഹൂദ മതം, ദൈവസഭ, സകല ലോകജാതികൾ. യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകുമാറാണെന്ന് ഞാൻ സ്തോത്രം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് യേശു ആദ്യം ഒന്ന് വന്നിരുന്നു എന്ന് അനുമാനിക്കുക. അതിന് മുമ്പെയുള്ള ഒരവസ്ഥയിൽ നമ്മളെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഒരുങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കഥാപാത്രങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുമ്പിലേക്കുള്ള അവസ്ഥയിലേക്ക് പോകാം. ദൈവത്തിൻ്റെ ദൂതനായ ലൂസിഫറിനെ അഹങ്കാരത്താൽ മലിനപ്പെട്ടിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളി. ഉപ്പുമാങ്ങയ്ക്കകത്ത് മാങ്ങ ഉപ്പും വെള്ളവും ഉപ്പും ഇട്ട് അടച്ചു പൂട്ടുന്ന പോലെ പരിശുദ്ധാത്മാവ് ഈ സാത്താനെ സ്തോത്രം ആഴി കൊണ്ട് മൂടി വെള്ളത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവിടുന്ന് നമുക്ക് ഹാനോക്കിനെ നമുക്ക് നോക്കാം. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു. ഒരു ദിവസം ദൈവം അവനോട് പറഞ്ഞു, ഹാനോക്കേ നീ പ്രവചിക്കാം. ഹാനോക്ക് ചോദിച്ചു, യഹോവേ ഞാൻ എന്തു പ്രവചിക്കും? എടാ ഹാനോക്കേ, നീ അവസാനത്തെ പ്രവചനം പ്രവചിക്കാൻ പറഞ്ഞു. അത് 1 യൂദ 15 ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അവഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കേട്ടവരെയൊക്കെ ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരൂടെ വന്നിരിക്കുന്നു. ആനോക്ക് ദൈവത്തോട് നടന്നുകൊണ്ട് യഹോവ അവനെ എടുത്തു. അവനെ കാണാതെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മരിക്കാതിരിക്കുന്ന വിശ്വാസികളുടെ വിശുദ്ധന്മാരുടെ പ്രതിപുരുഷനായി ആനോക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവിടെ നമുക്ക് സ്തോത്രം നോഹയെ നോക്കാം. നോഹയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യം പറയുന്നു. അവൻ നീതിമാനും ആ തലമുറയിലും നിഷ്കളങ്കനായിരുന്നു. ഒരു ദിവസം യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു, നോഹയെ സ്തോത്രം, സകല ജഡത്തിൻ്റെ അവസാനം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു.
നിന്നോട് ഞാൻ ഒരു നിയമം ചെയ്യുന്നു, നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരുടെ ഭാര്യയും ഓപ്പാർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി അതിൽ കടന്ന് രക്ഷ പ്രാപിച്ചു. നോഗ അപ്രകാരം ചെയ്യുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്തു. നോഗയുടെ കാലത്തെ സംഭവം യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഉണ്ടാവുമെന്ന് യേശുക്രിസ്തു തന്നെ സാക്ഷി പറയും. നോഗ നീതീകരിക്കപ്പെട്ടതുപോലെ നമ്മളും യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നു. യഹോവ സ്തോത്രം. സ്നാനം അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, സ്നാനം ശരിയാൻ തോന്നുന്നു. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, സ്നാനം സ്തോത്രം വെള്ളത്തിന്റെ ഒരു മുന്നോടിയായിരുന്നു എന്ന്. ആ നോഗയിൽ നിന്ന് നമുക്ക് അബ്രഹാമിലേക്ക് വരാം. അബ്രഹാം ദൈവം വചനം പറയുന്നു, മനുഷ്യപുത്രന്മാരെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യപുത്രന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. അപ്പോൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആ തലമുറയിൽ, അബ്രഹാമിൻ്റെ തലമുറയിൽ സകലരും വിഗ്രഹാരാധികളും അബ്രഹാമിൻ്റെ കുടുംബത്തിൽ വിഗ്രഹം ഉണ്ടാക്കുന്നിടത്തൊന്നും ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ വിഗ്രഹങ്ങളെ ഉടയ്ക്കുന്ന ഒരു അബ്രഹാമിനെ കാണും. അബ്രഹാം ചോദിക്കുന്നു, ജീവനുള്ള സത്യദൈവം നോഗ എവിടെ, ദൈവം എവിടെ? ജീവനുള്ള സത്യദൈവമായ ഹനോക്കിൻ്റെ ദൈവം എവിടെയെന്ന് പറഞ്ഞ് വിഗ്രഹങ്ങളെ ഉടയ്ക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണും. ദൈവം അത് കണ്ട് സന്തോഷിച്ച് ലോകം മുഴുവനും വഷളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിനെ വിളിച്ച് ദൈവം കാനാനിൽ കൊണ്ടുവന്നു. കൂടെ ലോത്തും ഉണ്ടായിരുന്നു. ലോത്തിൻ്റെ തലമുറയുടെ അവസ്ഥ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഉണ്ടാകുന്ന വചനം സാക്ഷി പറയും. അതിന്ന് ലോകത്ത് അവിടെ ഇവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവിടെ നിന്ന് അബ്രഹാം ഗോത്രപിതാക്കന്മാരായ ഈസാക്ക്, യാക്കോബ്, യൂദ, ഈശായി, ദാവീദ് മഹാരാജാവ്, യേശുക്രിസ്തുവിനെ നമുക്ക് കാണാം. യേശുക്രിസ്തുവിനെ കുറിച്ച് വചനം സാക്ഷി പറയുന്നു, അവൻ രക്തത്താലല്ല, അവൻ ജഡത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, അവൻ ദൈവത്തിൽ ജനിച്ചുകൊണ്ട് അവന് ദൈവപുത്രൻ എന്ന് പേർ പറയുന്നു. അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവൻ മനുഷ്യപുത്രൻ എന്നും പറയുന്നു. യേശുവിൻ്റെ ആദിവരവില് യഹൂദ മതത്തിൻ്റെ അവസ്ഥയാണ് ഇന്നത്തെ ദൈവസഭയുടെ അവസ്ഥ. യേശു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി